എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുന്ന കോട്ടയം സ്റ്റൈൽ റെഡ് ഫിഷ് കറിയാണ്. എൻ്റെ മോൾക്കും വളരെയധികം ഇഷ്ടമാണ് ഈ റെസിപ്പി. കുറച്ച് എരിവുണ്ടെങ്കിലും അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൊടംപുളിയാണ്. അത്യാവശ്യം വലിയ കൊടംപുളിയാണ്. ഒരു 3 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. കൊടംപുളി കുറച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഒണിയനും അതായത് ചെറിയുള്ളി കുറച്ച് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വേറൊരു ഓയിലും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മുടെ നാടൻ ഫിഷ് കറിക്കൊക്കെ ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം സോട്ട് ചെയ്യാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതുവരെ നമ്മളിത് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ ആയി വരുന്ന കാണാം. അപ്പം നമ്മുടെ ചില്ലി പേസ്റ്റ്, അതായത് കാശ്മീരി ചില്ലിയും റെഡ് ചില്ലി പൗഡറും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് റെഡിയാക്കി വെക്കുക. അത് ഈ ഉള്ളി ബ്രൗൺ ആകുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, മറക്കരുത്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ കുറച്ച് മാറി തുടങ്ങണ കാണാൻ പറ്റും. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടും കിട്ടും നമുക്ക്. അപ്പം അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് മാറ്റി വെക്കണം. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. മിക്സിയിൽ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഫെനൽ സീഡ്സും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക്, ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മാറ്റി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയുള്ളിയും കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് ഒരു ബ്രൗൺ കളറായി വരണം. മാറ്റിവെച്ച് ആ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സി കഴുകിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച്, ഒരുപാടൊന്നും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. ഈ പേസ്റ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കാരണം നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അരച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആ കൊടംപുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കൊടംപുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വെള്ളം ഒന്ന് തിളച്ചു വരണം. നല്ലോണം തിളച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പതുക്കെ ഫിഷ് പീസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ
ഫിഷ് പീസസ് ഒക്കെ ഇതിലൊന്ന് സോക്കായി കിടക്കണം. അതാണ് വെള്ളത്തിൻ്റെ അളവ്. നമ്മൾ നല്ലോണം ഒന്ന് ബോയിലാക്കാം. തിളച്ച് വരുന്ന കാണുമ്പോഴാണ് നമ്മൾ പാനിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്ക് ഈ പാൻ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഫിഷ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഒരു 15 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ഫിഷൊക്കെ വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ ഈ പാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഗ്രേവി തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ ലൈറ്റിങ്ങിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കണ്ടില്ലേ? ശരിക്കും നല്ല കളറുണ്ട് ഫിഷ് കറിക്ക്. പക്ഷെ എനിക്കറിയില്ല അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മളെ ഫിഷിൻ്റെ ചാറൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫിഷിന് അധികം ഗ്രേവി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നമ്മളത് അടച്ചു വയ്ക്കുമ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഈ ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ഫിഷ് കറിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.